സംസ്ഥാനത്ത് വേനൽ മഴ തുടരും. 4 ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. ഇടിയോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ജാഗ്രത പാലിക്കണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശം. അനീഷ് ദേവസ്യയുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാനായി. അനീഷ്, ഗുഡ് മോർണിംഗ്. വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് തന്നെയാണല്ലോ കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. ഏതൊക്കെ ജില്ലകളിലാണ് പ്രധാനമായും മുന്നറിയിപ്പ് നൽകുന്നത്? വിവരങ്ങൾ. അമൃത, ഗുഡ് മോർണിംഗ്. ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കടുത്ത ചൂടിൽ വലയുകയായിരുന്നു ഈ കോഴിക്കോട് നഗരവും അതുപോലെ തന്നെ മലയോര മേഖലയും. ഏതായാലും ഈ ചൂടിന് ഒരു അറുതി വരുത്തിക്കൊണ്ട് ഇന്ന് പുലർച്ചെ വേനൽമഴ ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി ലഭിച്ച ഈ വേനൽമഴ ഇപ്പോഴും പലയിടങ്ങളിലും നേരിയ രീതിയിൽ തുടരുന്നുണ്ട്. ഈ കോഴിക്കോട് നഗരത്തിൽ ഈ അപ്രതീക്ഷിതമായി പെയ്ത ഈ വേനൽ മഴയിൽ മാവൂർ റോഡ് അതുപോലെ മിഠായി തെരുവ് എന്നിവിടങ്ങളിൽ ചെറിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. എങ്കിലും ഈ ചൂട് കുറഞ്ഞതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഈ യാത്രക്കാരും അതുപോലെ തന്നെ നാട്ടുകാരും. ഈ കോഴിക്കോട് നഗരത്തിൽ മാത്രമല്ല, ജില്ലയുടെ മലയോര മേഖലയായ താമരശ്ശേരി മുക്കം മേഖലയിലും കനത്ത മഴ തന്നെയായിരുന്നു. ഇപ്പോഴും അവിടെയും നേരിയ രീതിയിൽ മഴ ലഭിക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എങ്കിലും ജില്ലയിൽ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ വരും ദിവസങ്ങളിലും, അതായത് മെയ് 10-ാം തീയതി വരെ വേനൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുന്ന നിർദ്ദേശം. ഏതായാലും ഈ മഴ ലഭിച്ചതോടെ ഈ കാർഷിക മേഖലയ്ക്കും അതുപോലെ തന്നെ ഈ കുടിവെള്ള ക്ഷാമം നേരിട്ട ഒരു പ്രദേശത്ത് വലിയ ആശ്വാസമാകുന്നുണ്ട്. ഏതായാലും നഗരത്തിൽ ഇപ്പോൾ താപനിലയിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ നഗരത്തിൽ ചൂട് കുറഞ്ഞതിന്റെ ഒരു സന്തോഷത്തിലാണ് കോഴിക്കോട്ടെ ജനങ്ങൾ. അമൃത, ഏതായാലും ഈ നാശനഷ്ടങ്ങളൊന്നും ഇല്ലാതെ മഴ പെയ്യട്ടെ, ഒന്ന് കുളിരട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.